പലരും പറയും നീ മതിലില്ലാതെ കിടക്കുന്ന ഒരു പട്ടണമാണ്, നിന്റെ വീടിനൊരു സംരക്ഷിക്കുവാൻ ആരുമില്ല, നിന്റെ തലമുറയെ സംരക്ഷിക്കുവാൻ ആരുമില്ല, നിന്നെ കരുതാൻ ആരുമില്ല എന്നൊക്കെ മനുഷ്യരും അല്ലെങ്കിൽ പിശാചും മറ്റുള്ളവരും ഒരുപോലെ പറയുമ്പോൾ, നിനക്കെതിരെ പ്രവർത്തിക്കുന്ന പലരും പറയുമ്പോൾ, പിശാച് നിനക്കെതിരെ പ്രവർത്തിച്ചിട്ട് പറയും നീ എവിടൊക്കെയോ പൊളിഞ്ഞു കിടക്കുന്നതാണ്. നിന്റെ സാഹചര്യം നോക്കിയിട്ട് പറയും അവൻ പൊളിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ ദൂതിന് ആമേൻ പറഞ്ഞു എന്നവരുടെ മേലെല്ലാം ഒരു ഭയങ്കര സംരക്ഷണത്തെ കർത്താവ് ഒരുക്കുകയാ. നിന്റെ തലമുറ പോകുന്ന ഇടങ്ങളിൽ നിന്റെ തലമുറയ്ക്ക് ചുറ്റും മതിൽ കെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്റെ കുടുംബത്തിന് ചുറ്റും മതിൽ കെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ സാന്നിധ്യത്തെ. നിനക്ക് മതിൽ കെട്ടി നിന്നെ പരിപാലിക്കുന്ന ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. ആ മതിൽ പൊളിച്ച് മറ്റാർക്കും അതിനകത്ത് കയറാൻ പറ്റാത്തവണ്ണം നമുക്ക് വേണ്ടി ഒരു സംരക്ഷണ ഭിത്തി ഒരുക്കി, ഒരു തീമതിലൊരുക്കി നമ്മളെ കരുതുന്ന ഒരു കർത്താവുണ്ട്. ദൈവമക്കളെ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ എവിടെങ്കിലും പൊളിഞ്ഞു കിടക്കുന്നെന്ന് പിശാച് പറയുന്നുണ്ടെങ്കിൽ, മതിലില്ലാതെ കിടക്കുകയാ, ഇതിനകത്ത് കയറി വന്ന് നിനക്കെതിരെ പ്രവർത്തിക്കാമെന്ന് പിശാച് ചിന്തിക്കുന്ന പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, സാഹചര്യങ്ങളെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയാണ്, നോ, ഒരു പിശാചും അതിനകത്ത് കയറത്തില്ല, അതിന് ചുറ്റും തീമതിലുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് തീമതിൽ ചുറ്റി, നിങ്ങൾക്ക് തീമതിലൊരുക്കി നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം. ഒത്തിരി വിദൂരതകളിൽ നമ്മുടെ തലമുറകൾ പഠനത്തിനുമായി മറ്റിടങ്ങളിലൊക്കെ നമ്മളെ വിട്ടു പോകുമ്പോൾ, നമുക്ക് എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ, നമുക്കെത്താൻ പറ്റാത്ത ഏരിയയിൽ, നമുക്കെത്താൻ പറ്റാത്ത ഇടങ്ങളിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഒരു സംരക്ഷണം ഒരുക്കി കരുതുന്ന ഒരു കർത്താവുണ്ട്. ഇന്നൊരു രാത്രി നീ ആ ദൈവത്തിൻ്റെ കരത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു സംരക്ഷണ ഭിത്തി ഒരുക്കി നിന്റെ തലമുറയെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് വായി തുറന്ന് നിങ്ങൾ ഈ ദൂതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കണമേ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു സെഖര്യാവിന്റെ പുസ്തകത്തിനകത്ത്, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. പൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തെ നോക്കി പിശാച് പറഞ്ഞു, അവിടെ പൊളിഞ്ഞു കിടക്കുകയാ, അതിനകത്ത് കയറിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നിനക്കെതിരെ നാശം വിതയ്ക്കാം, നിന്നെ തകർത്ത് കളയാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു, ഇല്ല, ഒരു പിശാചിന് കയറാതെ വണ്ണം, ഒരു ശക്തികൾക്കും അതിനകത്ത് കയറാൻ കഴിയാതെ വണ്ണം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ഭയങ്കര സംരക്ഷണ ഇന്ന് രാത്രി ആർക്കൊക്കെയോ വേണ്ടി ഭയങ്കര സംരക്ഷണ കർത്താവ് ഒരുക്കുകയാ. ആമേൻ പറയുന്നവർക്ക് വേണ്ടി, ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ഭയങ്കരമായ ഒരു സംരക്ഷണ. ലോകത്താർക്കും സംരക്ഷിക്കുവാൻ കഴിയാത്തതുപോലെ, നമ്മുടെ ഭാര്യയ്ക്ക് സംരക്ഷിക്കുവാൻ കഴിയാത്തത്, ഭർത്താവിന് സംരക്ഷിക്കുവാൻ കഴിയാത്തത്, ലോകത്തിലുള്ള ഒരു നിയമങ്ങൾക്കും സംരക്ഷിക്കുവാൻ കഴിയാത്ത മേഖലകൾക്കകത്ത് ദൈവം നിനക്ക് സംരക്ഷണ ഒരുക്കി തീമതിലായി നിന്ന് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്നൊരു രാത്രി എത്ര പേര് അതിനെ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ പറഞ്ഞിട്ട് പറ, ഹല്ലേലൂയ. എനിക്ക് ചുറ്റും തീമതിലൊരുക്കി. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേര് വീഴും, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതെന്നോട് അടുത്ത് വരത്തില്ല. ആരെല്ലാം വീണാലും എനിക്ക് സംരക്ഷണ ഭിത്തി ഉള്ളത് കൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. എൻ്റെ തലമുറ തകർന്നു പോകത്തില്ല. സംരക്ഷണ ഭിത്തി പൊളിച്ച്, ആ തീമതിലിനെ പൊളിച്ച് അകത്തു കയറാൻ ഒരു ദുഷ്ടനെയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി എത്ര പേരാ സംരക്ഷണത്തിനകത്ത് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? ആ സംരക്ഷണം എത്ര പേർ കൊതിക്കുന്നുണ്ട്? ദൈവമക്കളെ, നമ്മളെയും നമ്മൾക്കുള്ള സകലതിനെയും ആ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്ക്. അതിനെ സംരക്ഷിക്കുവാൻ, അതിനെ കാത്തു സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ വിശ്വസ്തനായ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വിശ്വസ്തനായ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മളെ കരുതുന്ന ദൈവമാ. ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി നമുക്ക് സംരക്ഷണം നൽകി. മക്കളെ, പലപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി,
നമ്മളെ സംരക്ഷണം നൽകുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന്? എന്നിട്ട് നിങ്ങൾ ആമേൻ പറയണമേ. ഈ ദൂതന് നിങ്ങൾ ആമേൻ പറയണം. എനിക്ക് ചുറ്റും തീമതിലുണ്ട്, എനിക്ക് ചുറ്റും തീമതിലുണ്ട്. ഹല്ലേലൂയ. മതിലില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഒരു സംരക്ഷണം ഇല്ലാതെ ഹല്ലേലൂയ, സംരക്ഷണം ഇല്ലാത്തൊരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് ചുറ്റും സംരക്ഷിക്കുന്ന ദൂതന്മാരെ കാവൽ നിർത്തി പരിപാലിക്കുന്ന ഒരു ദൈവം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ സംരക്ഷണം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകും. ദൈവം നിങ്ങളെ കരുതുന്ന വഴി, ദൈവം നിങ്ങളെ പരിപാലിക്കുന്ന വഴി, ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്ന വഴികൾ, ഹല്ലേലൂയ, അത് തിരിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. കാരണം ഇവിടെ എഴുതി വച്ചിരിക്കുക, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. അതുകൊണ്ട് നീ വെന്തു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല, നീ പട്ടിണി കിടക്കത്തില്ല, നീ നശിച്ചു പോകത്തില്ല, നിന്റെ തലമുറ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എവിടെ പോയാലും, ഏതൊരു രാജ്യത്തിൻ്റെ കോണിൽ നിന്റെ തലമുറയായിരുന്നാലും, ഇന്നൊരു രാത്രി എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ വിളിച്ചു പറയാം, സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയ്ക്ക് ചുറ്റും തീമതിലായിരിക്കും. ഹല്ലേലൂയ. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ തലമുറയ്ക്ക് ചുറ്റും ദൈവത്തിൻ്റെ സംരക്ഷണം വെളിപ്പെടുന്ന ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർ ആ ദൂതിനെ അങ്ങനെ അങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് അങ്ങനെ അതിനെ അങ്ങ് ഹല്ലേലൂയ, എല്ലാവർക്കും അങ്ങനെ അങ്ങ് സ്വീകരിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മളുടെ ഭിത്തി പൊളിഞ്ഞു കിടക്കിയ, സംരക്ഷണം ഇല്ല, നമ്മളെ സംരക്ഷിക്കുവാൻ ആരുമില്ല, നമ്മളെ കരുതുവാൻ ആരുമില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നമുക്ക് വേണ്ടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. എന്ത് ഭയങ്കരമായ ഉറപ്പല്ലേ. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കാൻ പറ്റിയൊരു ഉറപ്പ്, വിശ്വസിക്കാൻ പറ്റിയൊരു ഉറപ്പ്. ഹല്ലേലൂയ. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എന്നെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ പരിപാലിക്കുന്ന